നമ്മളങ്ങനെ ഒഡീസി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രോഡ്വേ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലാണുള്ളത്. ഇതാണ് ബ്രോഡ്വേ സിനിമാസ്. ഹേ ഗൈസ്, ദി ഒഡീസി ക്രിസ്റ്റഫർ നോളൻ ഡയറക്റ്റ് ചെയ്ത 2026 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ഫിലിം, കിടിലൻ ഫിലിം. ഞാനിപ്പോൾ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിലാണ്. ആക്ച്വലി ഞാൻ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ല ഐമാക്സ് തിയേറ്ററിൽ കാണുന്നത് പ്ലാൻ ചെയ്തതാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഐമാക്സ് തിയേറ്ററിൽപ്പെട്ട ഒന്നാണ് കോയമ്പത്തൂരിലുള്ള ബ്രോഡ്വേ. അപ്പോൾ ഞാനിപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചാണ് പടം ഇവിടെ വന്നത് കാണുന്നുള്ളത്. ആക്ച്വലി ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് എല്ലാം ഫുള്ളായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 75% ടിക്കറ്റ് ഫുള്ളായിരുന്നു. പക്ഷേ എനിക്ക് സീറ്റ് കിട്ടി, ഫ്രണ്ടിൽ തന്നെയാണ് കിട്ടിയത്. പക്ഷേ നല്ല സീറ്റാണ് കിട്ടിയത്. കറക്റ്റ് സീറ്റിംഗ് പൊസിഷൻ തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഐമാക്സ് തിയേറ്റർ തന്നെ കാണാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയ്ക്കും നല്ല പിക്ചർ ക്വാളിറ്റിയും അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും എല്ലാം ഒരു കിടിലൻ എക്സ്പീരിയൻസ്, നല്ലൊരു കിടിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഒഡീസി. ഒരു ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ശരിക്കും നമുക്ക് കാണാനുണ്ട്. കടൽ തീരങ്ങളുടെയും കടലിൻ്റെയും എല്ലാം ലോങ് ഷോട്ടുകൾ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് എന്നാണെങ്കിലും. പിന്നെ നമുക്കറിയാം ക്രിസ്റ്റഫർ നോളൻ ഒരുപാട് CGI ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റോ ഫീൽ നമുക്ക് എപ്പോഴും ഫിലിമിൽ കിട്ടും. ഒരു CGI അതിപ്രസരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു റോ ഫിലിം കാണുമ്പോൾ നമുക്ക് കിട്ടും. അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആണ്. എന്താണ്, ഞാൻ ആക്ച്വലി ഇന്നലെ നാട്ടിൽ നിന്ന് വന്നു, ഇന്നലെ സ്റ്റേ ചെയ്ത് കോയമ്പത്തൂർ, എന്നിട്ടാണ് ഫിലിം കണ്ടത്. അപ്പോൾ ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എനിക്ക് ഭ്രാന്താണെന്ന്, ഇത്രയും ദൂരം വന്ന് ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ തിയേറ്ററിൽ ഒന്ന് കയറിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് നമ്മളെക്കാളും വലിയ ഭ്രാന്തന്മാർ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം. രാവിലെ 2 മണിക്കൊക്കെ കൊച്ചിയിൽ നിന്ന് വന്ന് പടം കാണുന്ന ആളുകളുണ്ട് ഇവിടെ. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു ഫിലിം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള തമിഴ്മാരെക്കാളും കൂടുതൽ മലയാളീസ് തന്നെയായിരുന്നു തിയേറ്ററിൽ. കാരണം ഒരുപാട് സിനിമാ പ്രേമികളുണ്ട്, അവരെല്ലാം വന്ന് കാണുന്നുണ്ട് ഫിലിം. നമുക്കറിയാം ഈ സിനിമ ഹോമറിൻ്റെ ഒരു മഹാ ഇതിഹാസമായ ദി ഒഡീസിയെ ബേസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു അഡ്വഞ്ചറസ് ട്രാവലർ മൂവി മാത്രമല്ല, ഒരു കിടിലൻ വിഷ്വൽ എക്സ്പീരിയൻസ് കൂടി തരുന്നൊരു ഫിലിമാണ്. ഇത് ശരിക്കും ക്രിസ്റ്റഫർ നോളൻ പുള്ളിയുടെ കണ്ണിൽ കൂടെ ഈ ഒഡീസിയുടെ യാത്ര എങ്ങനെ കാണുന്നു എന്ന ബേസിസിലാണ് കൂടുതൽ ഫിലിം മുന്നോട്ട് വയ്ക്കുന്നത്. ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഇത്താക്കയിലേക്ക് മടങ്ങുന്ന ഒഡീസിൻ്റെ കഥയാണ് പ്രധാനമായിട്ടും ദി ഒഡീസി എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് യുദ്ധവും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കാണിക്കുന്നില്ല. പക്ഷേ ട്രോജൻ യുദ്ധത്തിൻ്റെ കുറേ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരെ അറ്റാക്ക് ചെയ്യുന്നതും അതിയിട്ട് ട്രോയ് നഗരം നശിപ്പിക്കുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു വലിയ ലാർജ് സ്കെയിലിൽ കാണിക്കുന്നില്ല. ദി ട്രോയ് എന്ന് പറഞ്ഞ ഫിലിം പോലെ ട്രോജൻ യുദ്ധത്തിന് മാത്രം ബേസിസിട്ടല്ല കഥ കാണിക്കുന്നത്. ഇതിൽ മെയിൻലി കാണിക്കുന്നത് ഒഡീസിൻ്റെ ട്രാവൽ തന്നെയാണ് കാണിക്കുന്നത്. ആക്ഷൻ അഡ്വഞ്ചർ ട്രാവൽ മൂവി എന്നതിനപ്പുറം തന്നെ ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്, ക്രിസ്റ്റഫർ നോളൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാനുഷികമായിട്ടുള്ള സ്നേഹം, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് മനുഷ്യനെ എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫിലിം എന്നതിന് ഉപരി തന്നെ, അല്ലെങ്കിൽ ഒഡീസിൻ്റെ ഒരു അഡ്വഞ്ചറസ് യാത്രയ്ക്ക് ഉപരി തന്നെ ഒരു സ്നേഹത്തിൻ്റെയും ബോണ്ടിങ്ങിൻ്റെയും അതുപോലെ മനുഷ്യരാശിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചതി, വഞ്ചന, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നീട് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന മുറിവുകൾ, നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിൽ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഒരു ആംഗിളും ഈ ഫിലിമിന് നമുക്ക് കൊടുക്കാൻ കഴിയും. ട്രാവൽ മൂവി അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് മൂവിക്ക് ഉപരി നിരവധിയായിട്ടുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ക്രിസ്റ്റഫർ നോളൻ പടം നമ്മുടെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത്താക്കയിലെ പ്രശ്നങ്ങൾ, ഭാര്യയായ ഫെനോലോപ്പയും ടെലിമാക്കസും നേരിടുന്ന പ്രശ്നങ്ങൾ, രാജ്യഭരണം കയ്യേറാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കാണിക്കുമ്പോൾ മറു സൈഡിൽ ഒഡീസിൻ്റെ ലൈഫ് കാണിക്കുന്നു. ഒഡീസിൻ്റെ ലൈഫും ഫ്ലാഷ് ബാക്കിലൂടെയാണ് പൂർണ്ണമായിട്ട് കാണിക്കുന്നത്. പുള്ളിയുടെ ഓർമ്മകളിലൂടെയാണ് എടുക്കുന്നത്. എന്താണ് സംഭവിച്ചു, യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചു, പുള്ളിയുടെ കൂടെയുള്ള പടയാളികൾക്ക് എന്ത് സംഭവിച്ചു, ഇതൊക്കെയാണ് ഒരു ഭാഗത്ത് കാണിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് ഒഡീസിൻ്റെ യാത്രയും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഒഡീസിൻ്റെ ഓർമ്മകളിൽ വരുന്ന ട്രോജൻ യുദ്ധം, അതുപോലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ പല പല സെക്ഷൻസ് ആയിട്ടാണ് സിനിമയുടെ ഒരു കഥ പറയുന്നത്. ഒരു അടിപൊളി നെഗറ്റീവ് തന്നെയാണത്. നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചെറിയ സ്ലോനെസ് ഉണ്ട് ഫിലിമിന്, പക്ഷെ അത് ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു കഥ പറയുന്ന രീതി അങ്ങനെയാണ്. ഡെഫിനറ്റായിട്ട് ആ സ്ലോനെസ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ്റെ കരിയറിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഫിലിമാണ്. ഏതാണ്ട് 2300 കോടി ഇന്ത്യൻ രൂപയാണ് ഈ ഫിലിമിൻ്റെ ബഡ്ജറ്റ്. നമുക്കറിയാം ക്രിസ്റ്റഫർ നോളൻ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിക്കാരൻ ഭയങ്കര സീക്രസി, സ്ക്രിപ്റ്റിലൊക്കെ ഭയങ്കര സീക്രസി കീപ്പ് ചെയ്യുന്ന ആളാണ്. താരങ്ങൾക്കൊന്നും ഡിജിറ്റൽ കോപ്പീസ് കൊടുക്കില്ല ഈ സ്ക്രിപ്റ്റിൻ്റെ. എല്ലാവർക്കും റെഡ് പേപ്പറിൽ എഴുതിയാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. ഈ റെഡ് പേപ്പറിൽ എഴുതാൻ കൊടുക്കാനുള്ള പ്രധാന കാരണം ഇതിന് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതി ആയതുകൊണ്ടാണ് എല്ലാവർക്കും താരങ്ങൾക്കും റെഡ് പേപ്പറിൽ എഴുതിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സൈറ്റിൽ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, അത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ ഒന്നും കയറ്റാൻ അനുവദിക്കില്ല. കാരണം ആളുകൾ സിനിമയിൽ ഫോക്കസ് ചെയ്യുക, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ് പുള്ളി. ഈ ഇതിഹാസങ്ങളൊന്നായ ഹോമറിൻ്റെ ദി ഒഡീസിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം എന്നുള്ള എല്ലാവർക്കും അറിയാം. മെയിൻലി ഇമോഷൻസ് ആണ് ഇവർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഇവർ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അനുഭവിക്കുന്ന, ഓൺ ദ വേയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. നമുക്കറിയാം പുള്ളി ഇത്താക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ചെറുതായിട്ട് നീളുന്ന ഒരു യാത്ര 10 വർഷത്തോളം നീണ്ടു നിൽക്കുകയാണ്.
അത് പുള്ളി വരുന്ന വഴിക്ക് നേരിടുന്ന തടസ്സങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിലിമിൽ കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ മുമ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഒഡീസിസിൻ്റെ 10 വർഷം നീളുന്ന അതിസാഹസികമായ യാത്രയുടെ കഥയാണ് പ്രധാനമായിട്ടും ഈ ഫിലിം പറയുന്നത്. അതിനകത്ത് സൈക്ലോപ്സ്, കടലിലെ രാക്ഷസന്മാർ, മന്ത്രവാദിനി സിർസി, കലിപ്സോ, കൂടാതെ അപകടനായ സൈറൻസ്, ഗ്രീക്ക് ദേവന്മാരുടെ നിരവധി പരീക്ഷണങ്ങൾ തുടങ്ങിയ നിരവധി വെല്ലുവിളികളാണ് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സൈനികരും ഇത്താക്കയിലേക്ക് മടങ്ങുമ്പോൾ നേരിടുന്നത്. ഇതിനെല്ലാം അതിജീവിച്ച് ഇത്താക്കയിലെത്തുന്ന ഒഡീസിസിൻ്റെ കഥയാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഒഡീസിസിലെത്തിയ ശേഷം അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട്. ഒഡീസിസ് ഇത്താക്കയിൽ നിന്നും പോയ ശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ പോയ ശേഷം രാജ്യം പിടിച്ചെടുക്കാൻ നിരവധി ആളുകളാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പെനലോപ്പയും മകൻ ടെലിമാക്കസും ഇവർക്ക് പോരാടുന്നതും അവരുടെ ഇമോഷൻസും ഇത്തരത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പടം കാണിക്കുന്നത്. ആക്ടേഴ്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ മാറ്റ് ഡാമൺ ആണ് ഇതിൽ ഒഡീസിസായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കിഡിലൻ പെർഫോമൻസ് ആണ് പുള്ളി അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻ ഹാത്വേ ആണ് പുള്ളിയുടെ ഭാര്യയായ പെനലോപ്പയായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരി നല്ല രീതിയിൽ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീസിസിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് ടെലിമാക്കസ് ആയിട്ട് അഭിനയിക്കുന്നത് ടോം ഹോളണ്ട് ആണ്, നമ്മുടെ സ്പൈഡർമാൻ. പുള്ളിക്കാരനാണ് മകനായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ ഫിലിമിൽ. റോബർട്ട് പാറ്റിൻസൺ ഉണ്ട്, അതുപോലെ തന്നെ ചാർലിസ് തെറോൺ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഫിലിം തുടക്കം മുതൽ ഒടുക്കം വരെ IMAX 70mm ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ ഫിലിമാണ് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കോയമ്പത്തൂർ വന്ന് കാണാനുള്ള ഒരു കാരണം അതൊരു ഫസ്റ്റ് ഫിലിമാണ് IMAXൽ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത്ര റിസ്ക് എടുത്ത് കോയമ്പത്തൂർ വന്നത്. സംഭവം പേഴ്സണലി അത് വർത്തായി, കാരണം തിയേറ്ററും കൊള്ളാം, ആ ഒരു എക്സ്പീരിയൻസും എന്തായാലും അതിമനോഹരമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട് ഫിലിമിൽ. ഭയങ്കരമായ വിഷ്വൽ ക്വാളിറ്റിയാണ്. അത് വലിയ സ്ക്രീനിൽ തന്നെ കാണണം. ഒരിക്കലും നമ്മൾ ചെറിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിലിം എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇനി ഇപ്പോൾ OTTയിലേക്ക് വന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിരാശയായിരിക്കും. കാരണം അത്രയും ഭയങ്കരമായ പിക്ചർ ക്വാളിറ്റിയും അതിൻ്റെ വൈഡ് ആംഗിൾസും എല്ലാം നമുക്ക് വല്ലാത്ത രീതിയിൽ അനുഭവിക്കാൻ കഴിയും ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ. ഒരുപാട് വൈഡ് ആംഗിൾ ഷോട്ട്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കും. അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും IMAXൻ്റെ ഒരു എക്സ്പീരിയൻസ്. 2017 എമിലി വിൽസന്റെ ദി ഒഡീസി എന്ന കഥയെ ആസ്ഥാനമാക്കിയാണ് നോളൻ ഈ ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേണിലേക്ക് മാറ്റി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഒഡീസിസിൻ്റെ യാത്ര, ഇമോഷൻസ് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് പുള്ളി ഫിലിമിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക്കിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റഫർ നോളൻ തന്നെ മുൻ ചിത്രമായ ഓപ്പൺഹൈമറിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന ലുഡിങ് ഹോറൻസനാണ് ഈ ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളി തന്നെ ആയിട്ടുണ്ട്. സംഭവം ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ ഒഴുക്കൻ രീതിയിലുള്ള ഒരു മ്യൂസിക്കാണ് കൂടുതലും വരുന്നത്. അത് പടത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും. അതുപോലെ ഈ ഫിലിമിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒഡീസിയുടെ IMAXൻ്റെ ഒരു പ്രിൻ്റഡ് കാർഡ് കിട്ടുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ് സംഭവം. അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും. ഇനിയിപ്പോൾ ബ്രോഡ്വേ സിനിമാസ് IMAX തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം ഗംഭീര തിയേറ്ററാണ്. ഇപ്പോൾ കൊച്ചിയിലെ സിനിപോളിസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി ഒത്തിരി വലിയ സ്ക്രീനാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പ്ലസ് സീറ്റിംഗ് പൊസിഷൻസും അടിപൊളിയാണ്. നല്ല രീതിയിലുള്ള സീറ്റാണ്, നല്ല കുഷ്യൻസും അതുപോലെ നമുക്ക് ഇച്ചിരി സ്ലൈഡ് ചെയ്തിരിക്കാൻ തരുന്ന നല്ല ഗംഭീരമായിട്ടുള്ള സീറ്റാണ്. കൂടാതെ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ് കമ്പാരിറ്റീവ്ലി കൊച്ചിയിലെ സിനിപോളിസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പേഴ്സണലി എനിക്ക് ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്തായാലും ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു മാസ്റ്റർ പീസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിയലൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്ന ഫിലിമാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു മാസ്റ്റർ പീസ് അല്ല എന്താണെങ്കിലും. ബട്ട് ഫിലിം ഈസ് സ്റ്റിൽ ഗുഡ്. എല്ലാവർക്കും വർത്ത് വാച്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഫിലിം കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടി കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ടേക്ക് കെയർ. ബൈ. കൊച്ചിയിൽ നിന്ന് ഒഡീസി കാണാൻ വേണ്ടി കോയമ്പത്തൂർ. അപ്പോൾ ഫിലിം കാണാൻ ഞാൻ കോയമ്പത്തൂർ വരാനുള്ള പ്രധാന കാരണം ഞാൻ ഈ ഫിലിം കാണുക, പ്ലസ് ഇത് IMAXൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുക, കൂടാതെ ഒരു ചെറിയ യാത്രയും കൂടി ആവാം എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. കഴിക്കാൻ ഹരിഭവനം മട്ടൻ ബിരിയാണിയാണ് ഇവരുടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. കോവൈ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ നമ്മളിപ്പോൾ കഴിച്ച ഹോട്ടൽ അന്നപൂർണ്ണ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാനങ്ങനെ കോയമ്പത്തൂർ അങ്കൺ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. കോയമ്പത്തൂർ അങ്കൺ ബിരിയാണി. അങ്കൺ ബിരിയാണി നമ്മൾ കോയമ്പത്തൂർ എന്ന് വെച്ചാൽ കോവൈ അനകൻ ബിരിയാണി കേട്ടോ. നമ്മൾ പാർസൽ എടുത്തേ. നല്ല ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ടാണ് സംഭവം നന്നായി കേട്ടോ. കഴിച്ചു നോക്കട്ടെ. ചിക്കൻ ബിരിയാണിയാണ് സംഭവം, കുഴപ്പമില്ലാന്ന് തോന്നുന്നു.